ആമോസ് അധ്യായം 1. ജനതകളുടെ മേൽ വിധി. തെക്കോവയിലെ ആട്ടിടയന്മാരിൽ ഒരുവനായ ആമോസിന്റെ വാക്കുകൾ. യൂദാ രാജാവായ ഉസിയായുടെയും ഇസ്രായേൽ രാജാവും യോവാഷിന്റെ പുത്രനുമായ ജെറോബോവാമിന്റെയും കാലത്ത് ഭൂകമ്പത്തിന് 2 വർഷം മുൻപ് ഇസ്രായേലിനെ കുറിച്ച് അവനുണ്ടായ അരുളപ്പാട്. അവൻ പറഞ്ഞു, സിയോനിൽ നിന്ന് കർത്താവ് ഗർജിക്കുന്നു, ജെറുസലേമിൽ നിന്ന് അവിടുന്ന് അരുളി ചെയ്യുന്നു. ഇടയന്മാരുടെ മേച്ചിൽ സ്ഥലങ്ങൾ വിലപിക്കുന്നു, കാർമൽ മലയുടെ മുകൾ പരപ്പ് കരിയുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, ദമാസ്കസ് ആവർത്തിച്ചു ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല. കാരണം അവർ ഗിലെയാദിനെ ഇരുമ്പു മെതിവണ്ടി കൊണ്ട് മെതിച്ചു. ആകയാൽ ഞാൻ ഹസായേലിന്റെ ഭവനത്തിന്മേൽ അഗ്നി അയക്കും. ബൻഹദാദിന്റെ ശക്തി ദുർഗങ്ങളെ അത് വിഴുങ്ങിക്കളയും. ദമാസ്കസിന്റെ ഓടാമ്പൽ ഞാൻ ഒടിക്കും. ആവൻ താഴ്വരയിൽ നിന്ന് അതിലെ നിവാസികളെ ഞാൻ വിച്ഛേദിക്കും. ബദേഥനിൽ നിന്ന് ചെങ്കോലേന്തുന്നവനെയും. സിറിയാക്കാർ കീറിലേക്ക് പ്രവാസികളായി പോകും. കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, ഗാസ ആവർത്തിച്ചു ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല. കാരണം ഏദോമിന് വിട്ടുകൊടുക്കാൻ വേണ്ടി ഒരു ജനത്തെ മുഴുവൻ അവർ തടവുകാരായി കൊണ്ടുപോയി. ഗാസായുടെ മതിലിന്മേൽ ഞാൻ അഗ്നി അയക്കും. അവളുടെ ശക്തി ദുർഗങ്ങളെ അത് വിഴുങ്ങിക്കളയും. അഷ്ദോദിൽ നിന്ന് അതിലെ നിവാസികളെ ഞാൻ വിച്ഛേദിക്കും. അഷ്കലോണിൽ നിന്ന് ചെങ്കോലേന്തുന്നവനെയും. എക്രോണിനെതിരെ ഞാൻ കൈ ഉയർത്തും. ഫിലിസ്ത്യരിൽ അവശേഷിക്കുന്നവർ നശിക്കും. ദൈവമായ കർത്താവാണ് അരുളി ചെയ്യുന്നത്. കർത്താവ് അരുളി ചെയ്യുന്നു, ടൈർ ആവർത്തിച്ച് ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല. കാരണം അവർ ഒരു ജനത്തെ മുഴുവൻ ഏദോമിന് ഏൽപ്പിച്ചു കൊടുത്തു. സാഹോദര്യത്തിന്റെ ഉടമ്പടി അവർ വിസ്മരിച്ചു. ആകയാൽ ഞാൻ ടൈറിന്റെ മതിലിന്മേൽ അഗ്നി അയക്കും. അവളുടെ ശക്തി ദുർഗങ്ങളെ അത് വിഴുങ്ങിക്കളയും. കർത്താവ് അരുളി ചെയ്യുന്നു, ഏദോം ആവർത്തിച്ചു ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല. കാരണം അവൻ സ്വസഹോദരനെ വാളുമേന്തി അനുധാവനം ചെയ്തു. തെല്ലും കരുണ കാണിച്ചില്ല. അവന്റെ കോപം കെടാതെ ജ്വലിച്ചു നിന്നു. ക്രോധം ആണി കത്തിക്കൊണ്ടിരുന്നു. തേമാനുമേൽ ഞാൻ അഗ്നി അയക്കും. ബൊസ്രായുടെ ശക്തി ദുർഗങ്ങളെ അത് വിഴുങ്ങിക്കളയും. കർത്താവ് അരുളി ചെയ്യുന്നു, അമ്മോന്യർ ആവർത്തിച്ചു ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല. കാരണം അവർ അതിർത്തി വിസ്തൃതമാക്കാൻ ഗിലെയാദിൽ വന്ന് ഗർഭിണികളുടെ ഉദരം പിളർന്നു. ആകയാൽ ഞാൻ റബ്ബായുടെ മതിലിന്മേൽ അഗ്നി അയക്കും. അവളുടെ ശക്തി ദുർഗങ്ങളെ അത് വിഴുങ്ങിക്കളയും. യുദ്ധദിനത്തിൽ അട്ടഹാസവും ചുഴലിക്കാറ്റിന്റെ ദിനത്തിൽ കൊടുങ്കാറ്റും അതിന് അകമ്പടി സേവിക്കും. അവരുടെ രാജാവ് നാടുകടത്തപ്പെടും. അവനും പ്രഭുക്കന്മാരും ഒരുമിച്ചു തന്നെ. കർത്താവാണ് അരുളി ചെയ്യുന്നത്. ആമോസ് അധ്യായം 2. മോവാബിനെതിരെ. കർത്താവ് അരുളി ചെയ്യുന്നു, മോവാബ് ആവർത്തിച്ചു ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല. കാരണം അവൻ ഏദോം രാജാവിന്റെ അസ്ഥികൾ കത്തിച്ച് ചാമ്പലാക്കി. മോവാബിന്റെ മേൽ ഞാൻ അഗ്നി അയക്കും. കെറിയോത്തിന്റെ ശക്തി ദുർഗങ്ങളെ അത് വിഴുങ്ങും. ആർപ്പുവിളികളുടെയും അട്ടഹാസങ്ങളുടെയും കാഹളധ്വനിയുടെയും ഇടയിൽ മോവാബ് നശിച്ചു പോകും. അവരുടെ ഇടയിൽ നിന്ന് രാജാവിനെ ഞാൻ വിച്ഛേദിച്ചു കളയും. അവനോടൊപ്പം അവന്റെ പ്രഭുക്കന്മാരെയും ഞാൻ വധിക്കും. കർത്താവാണ് അരുളി ചെയ്യുന്നത്. യൂദായ്ക്ക് ശിക്ഷ. കർത്താവ് അരുളി ചെയ്യുന്നു, യൂദ ആവർത്തിച്ചു ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല. അവർ കർത്താവിന്റെ നിയമത്തെ പരിത്യജിച്ചു.